പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും JCNDSDയുടെ നിത്യജീവൻ വഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിലേക്ക് ഈ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പതിവ് പോലെ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാ രാത്രിയിലുമുള്ള നിത്യജീവൻ വഴികൾ പ്രസംഗ പരമ്പരയിൽ ഒരു ചെറിയ വിഷയം കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്തിന് ഓർത്ത് അതിയായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരായ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സന്ധ്യാവേളയിൽ അറിയിക്കുകയാണ്. JCNDSDയിലൂടെ യഥാർത്ഥ അപ്പസ്തോലന്മാരുടെ സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോല പ്രവൃത്തി മുതൽ തുടർന്നിങ്ങോട്ടുള്ള ലേഖനങ്ങളിലും വായിക്കുന്നതും നാം പഠിച്ചു വന്നതുമായ യഥാർത്ഥ സുവിശേഷം അതിനോട് വെള്ളം ചേർക്കുകയോ അതിൽ മായം ചേർക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിലെഴുതിയിരിക്കുന്നത് പോലെ തന്നെ പ്രമാണിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ അറിയിച്ച സുവിശേഷത്തെ ഈ അവസാന കാലഘട്ടത്തിൽ ഒരു മതസംഘടനയുടെയോ ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെയോ ഭാഗമാകാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഏതാനും ദൈവദാസന്മാർക്ക് ദൈവം അറിയിച്ചു തന്ന ആലോചന പ്രകാരമാണ് JCNDSD എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന ഈ ഗ്രൂപ്പ് കോവിഡ് കാലഘട്ടത്തിനോട് അനുബന്ധിച്ച് ആരംഭിക്കപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് ഗ്രൂപ്പായി തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ് ചാനലുകളിൽ ഏതാണ്ട് 2100-ലധികം സന്ദേശങ്ങൾ, ഡിബേറ്റുകൾ, ചർച്ചകൾ, പ്രസംഗങ്ങൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ദൈവവചനത്തെ ആധാരമാക്കി സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സന്ദേശങ്ങൾ കേൾക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഒപ്പം അറിയിക്കുന്നു. ഒപ്പം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കേൾക്കുന്ന ഈ സത്യങ്ങൾ ദൈവവചനത്തിൽ പരിശോധിക്കുകയും അവ അങ്ങനെ തന്നെ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ സത്യത്തെ ഏറ്റുകൊള്ളുവാനും അങ്ങനെ നിങ്ങളുടെ മാനസാന്തരം, പാപമോചനം, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് എന്നിവ പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുകയും ഈ സന്ദേശം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തും ഇതിനെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ ഈ ഉദ്യമത്തിൽ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള താല്പര്യവും ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. ഈ രാത്രിയിലെ പ്രാഥമികമായ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 4-5-6 വാക്യങ്ങൾ 4-5-6 വാക്യങ്ങൾ മാത്രം ഒരു ചിന്തയ്ക്കായി കുറിവാക്യമായി വായിക്കുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നാം ജീവിക്കുന്ന ഈ തലമുറയിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ തുടങ്ങിയ വേർപാട് സഭകൾ വരെയും ഉള്ള എപ്പിസ്കോപ്പൽ സഭകളും, അതായത് പട്ടത്ത പൗരോഹിത്യ സഭകളും പാസ്റ്ററൽ സഭകളും ഒരുപോലെ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിൻ്റെ കുറിച്ചുള്ള പ്രമേയം തന്നെ ദൈവം ഏകൻ, ദൈവം ഒരുവൻ എന്ന് മാത്രമാണ്. അത് പഴയ നിയമത്തിലും ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമ ഗ്രന്ഥങ്ങളിലും ഒപ്പം സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള
ശേഷമുള്ള 27 പുസ്തകങ്ങളും ഒരുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിളിച്ചു പറയുന്ന ഒരു സത്യം എന്നുള്ളത്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്നുള്ള ഈ യഹോവയായ ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവചനങ്ങളും തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളുമാണ് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ ആത്മീയ ലോകം ഒന്നാകെ AD 325 നൈസിയൻ കൗൺസിലിൽ രൂപപ്പെട്ടതായ ട്രിനിറ്റി സിദ്ധാന്തത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. എന്നാൽ ബൈബിളിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരിടത്തും ദൈവം 3 വ്യക്തികൾ ആണെന്നോ, ദൈവത്തിൽ ഒരു ത്രിത്വമുണ്ടെന്നോ, ദൈവം ത്രിയേകനാണെന്നോ തെളിയിക്കുന്നതായ ഒരു വാക്യം പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതുമല്ല. ആ കാര്യം അവർ ത്രിത്വം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്, ബൈബിളിൽ തൃത്വമെന്നോ ത്രിയേകമെന്നോ ഒരു പദം ഇല്ല. ബൈബിളിലെ ദൈവം പിതാവാണെന്നും ബൈബിളിലെ ദൈവം പുത്രനാണെന്നും ബൈബിളിലെ ദൈവം പരിശുദ്ധാത്മാവാണെന്നും പറയപ്പെടുന്ന തിരുവെഴുത്തുകളും നമുക്ക് എവിടെയും ബൈബിളിൽ കാണാൻ കഴിയില്ല. എന്നാൽ ബൈബിളിൽ പിതാവായ ദൈവം എന്നൊരു വാക്യമുണ്ടെങ്കിൽ പുത്രനായ ദൈവമെന്നോ പരിശുദ്ധാത്മാവായ ദൈവമെന്നോ ഉള്ള വാക്യങ്ങൾ എവിടെയും പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ കാണുവാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സൃഷ്ടികർത്താവായ ഏക സത്യദൈവം സൃഷ്ടി നടത്തിയപ്പോൾ സൃഷ്ടികളുടെ പിതാവായി തീർന്നതുകൊണ്ട് യഹോവയായ ദൈവം സൃഷ്ടികളുടെ പിതാവായ ദൈവമായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആത്മാക്കളുടെ പിതാവായ ദൈവമെന്ന്. അപ്പോൾ ദൈവം ആത്മാവാണ്, ഒപ്പം ദൈവം ആത്മാക്കളുടെ പിതാവാണ്. നമ്മിൽ അധിവസിക്കുന്ന നമ്മിലുള്ള ആത്മാവിൻ്റെ പിതാവാണ് ദൈവം. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവം ആത്മാവാണ്. എന്നാൽ ആത്മാവായി സൃഷ്ടിക്കപ്പെട്ട നാം ജഡശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട് ജഡത്തിൽ നാം പാപം ചെയ്തപ്പോൾ, ജഡത്തിൽ നാം പാപത്തിന് അധീനമായ മരണത്തിന് വിധേയമായപ്പോൾ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചിട്ട് നമ്മെ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് ഉയർത്തേണ്ടതിന് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് 1 തിമോത്തി 3:16 പറയുന്നത്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവം കേവലം പുത്രനായ ദൈവം അല്ല, അവനെ പുത്രനായ ദൈവമെന്ന് എവിടെയും അഭിസംബോധന ചെയ്തിട്ടില്ല. ജഡത്തിൽ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ മനുഷ്യ പ്രത്യക്ഷതയാണ്. എന്നാൽ ആ മനുഷ്യനിൽ ദൈവമായിരുന്നു വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് കൊളോസ്യർ 2:9 നാം വായിക്കുന്നത്. അതുപോലെ തന്നെ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് എന്നും പറയുന്നു. കൊളോസ്യർ 1:15 പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്നുള്ളത് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്. അല്ലെങ്കിൽ മനുഷ്യനെ കാണാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യനെ ദൈവം തന്നെ വെളിപ്പെടുത്തേണ്ടതിന് എടുത്ത ശരീരമാണ് യേശുക്രിസ്തു എന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നു. കൊളോസ്യർ 2:2 പറയുന്നു യേശുക്രിസ്തു എന്നുള്ളത് ദൈവ മർമ്മമാണ് എന്ന് പറയുന്നു. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും മർമ്മമായിട്ടാണ് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുള്ളതെന്ന് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ലേഖനങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ മർമ്മങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വേണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, ദൈവത്താലുള്ള വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നീ ജ്ഞാനികൾക്ക് വിവേകികൾക്ക് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്കോ വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അന്നത്തെ മേലധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച പരീശന്മാർക്കോ അല്ലെങ്കിൽ ശാസ്ത്രിമാർക്കോ സദൂക്കിയൻസിനോ ഒന്നിനും യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള വരം ലഭിച്ചില്ല. എന്നാൽ താരതമ്യേന വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവന്മാരും കൃഷിക്കാരും ചുങ്കക്കാരുമായ ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് കർത്താവ് അവരുടെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പാറ്റേൺ തന്നെയാണ് കർത്താവ് എന്നും തുടർന്നു പോന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ഈ നാളുകളിലും ബൈബിൾ കോളേജിലെ തിയോളജിയന്മാർക്കോ 2-3 ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ എടുത്തിട്ടുള്ളവർക്കോ തീസിസ് എഴുതിയോ എഴുതാതെയോ ഓണററി ആയിട്ടോ അല്ലെങ്കിൽ തീസിസിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കപ്പെട്ട PhDയുടെ അടിസ്ഥാനത്തിൽ
ഡോക്ടറേറ്റ് സമ്പാദിച്ചവർക്കോ സ്വയം ഡോക്ടർ ഓഫ് ഡിവിനിറ്റി എന്നും സ്വയം റവറൻഡ് എന്നും അപ്ലൈ ചെയ്ത് സ്വന്തം പേരിന് മുമ്പിൽ നിരവധി റവറൻഡും ഡോക്ടറേറ്റും സ്ഥാപിക്കുകയും പേരിന് വാലായി അനവധി തിയോളജിക്കൽ ഡിഗ്രികൾ എഴുതി വെച്ച് നടക്കുകയും ചെയ്യുന്ന ഇത്തരം പണ്ഡിതന്മാർക്ക് മറയ്ക്കപ്പെട്ട ദൈവിക മർമ്മങ്ങൾ ഈ അവസാന കാലങ്ങളിൽ ചില ആളുകൾക്ക്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ അതിൻ്റെ ദാതാവായ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ഇവിടെ നാം വായിച്ച തിരുവെഴുത്തിൽ കാണുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവസഭയോട് പറയുകയാണ്, എഫേസൂസിലെ സഭയോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവും ആയിരിക്കുന്നവൻ ഒരുവൻ. അപ്പോൾ എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരോടും കൂടി വ്യാപരിക്കുന്നവനും എന്നാൽ എല്ലാവർക്കും മീതെയുള്ളവനുമായി ദൈവവും അല്ലെങ്കിൽ ദൈവം പിതാവുമായവൻ ഒരുവൻ. അപ്പം ദൈവം പിതാവാണ്. ആ പിതാവായ ദൈവം എല്ലാവരിലും ഇരിക്കുകയും എല്ലാവരിലും കൂടി വ്യാപരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മീതെയുള്ളവനുമാണ് ആ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നു. അപ്പൊ ദൈവം ഒന്നാണെന്ന് വ്യക്തമായി ഇവിടെ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു പുത്രനായ ദൈവത്തെയും ഒരു പരിശുദ്ധാത്മാവായ ദൈവത്തെയും കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. പുത്രൻ, ദൈവം ജഡത്തിൽ വന്നപ്പോൾ അത് മറ്റൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി തന്നിൽ നിന്നും അകന്നുപോയ, തന്നിൽ നിന്നും തന്നെ വിട്ടകന്ന് തൻ്റെ കൽപ്പനകളെ ലംഘിച്ചകന്നുപോയി മരണത്തിന് അധീനനായ ദൈവ സൃഷ്ടികളെ വീണ്ടെടുക്കേണ്ടതിന് വീണ്ടെടുപ്പിൻ്റെ പഴയ നിയമ പ്രമാണം, ലേവ്യ പുസ്തകത്തിൽ എഴുതപ്പെട്ട മോശയുടെ വീണ്ടെടുപ്പ് നിയമത്തിലെ പ്രമാണത്തെ നിവർത്തിക്കേണ്ടതിന് ദൈവമാണ് ജഡത്തിൽ വന്നത്. ജഡത്തിൽ വന്നപ്പോൾ ആ ജഡം മനുഷ്യനായിരുന്നു, അത് പുത്രനായിരുന്നു. പുത്രൻ എന്ന് വെച്ചാൽ മനുഷ്യനാണ്, ദൈവം എന്ന് വെച്ചാൽ ആത്മാവാണ്. അപ്പോൾ ആത്മാവായ ദൈവം പുത്രനിൽ വന്നതുകൊണ്ടാണ് അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് തിമോത്തിയസിന്റെ ലേഖനത്തിൽ വായിക്കുകയാണ്, ദൈവത്തിനും മനുഷ്യനുക്കും ഇടയിൽ മധ്യസ്ഥനായി യേശു ക്രിസ്തു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനാണ്. ആ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് ദൈവത്തോട് മധ്യസ്ഥത ചെയ്ത്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത്, മറുവിലയായി തന്നെ കൊടുത്ത് മനുഷ്യജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മറ്റാരുമല്ല, അവൻ ജഡത്തിൽ പ്രത്യക്ഷനായ ഏക സത്യ ദൈവമാണ് എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുന്നു. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു രക്ഷാമാർഗമാണ്. അത് ഒരു വിശ്വാസമാണ്. അത് അപ്പോസ്തലന്മാരിൽ തുടങ്ങി ഇന്നോളം ഒരു വിശ്വാസ മാർഗമേ ഉള്ളൂ. ആ വിശ്വാസമാകട്ടെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം കാൽവരി ക്രൂസിൽ യേശു ക്രിസ്തുവിൽ സ്ഥാപിച്ച രക്ഷാ ഉടമ്പടിയെ വിശ്വസിക്കുകയും ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചുവെന്നും അതുകൊണ്ട് എനിക്ക് അവൻ്റെ മരണത്തിലും അവൻ്റെ അടക്കത്തിലും അവൻ്റെ പുനരുദ്ധാനത്തിലും പങ്കുപറ്റുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിലൂടെ ഞാൻ പാപസംബന്ധമായി മരിക്കുകയും പാപസംബന്ധമായ എൻ്റെ പാപി അടക്കം ചെയ്യുകയും ഞാൻ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സമമായ ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വെള്ളത്തിൽ നിന്ന് കയറി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 2:38 കൽപ്പന പ്രകാരമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരും സമീപസ്ഥരുമായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആ വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഏവർക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ ഒരു അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ വ്യാപരിക്കുന്നതും അങ്ങനെയുള്ളവർക്ക് മീതെയുള്ളവരും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കൂടി വ്യാപരിക്കുന്നതുമായ ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും
നാം കാണുന്ന ദൈവം. പഴയ നിയമത്തിൽ അത് യഹോവയായ ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് യശുവയാണ്. എന്ന് വെച്ചാൽ യഹോവയായ ദൈവത്തിൻ്റെ ജഡ പ്രത്യക്ഷതയാണ്. അതാണ് യശുവ എന്ന് വെച്ചാൽ യഹോവ രക്ഷിക്കുന്നവനാകുന്നു. യെശയ്യാ 25:9 പറയുന്ന പ്രകാരം അവൻ നമ്മുടെ രക്ഷയായി തീർന്നതാണ്. യഹോവയായ ദൈവം നമ്മുടെ രക്ഷയായി തീരുന്നതാണ്. നമുക്ക് വേണ്ടി രക്ഷണീയ കർമ്മം നടത്താൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് അവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ 25:9 12:2 ഈ കാര്യം വളരെ സ്പഷ്ടമായി പ്രഖ്യാപിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ദൈവം ഒരേ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞത്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. 9-ാം വാക്യം 11:14 യോഹന്നാൻ 14:9 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ 9 യേശു പറയണം, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ? അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് എന്നോട് ചോദിക്കുമ്പോൾ, ഫിലിപ്പോസ്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, യേശു പ്രസ്താവിക്കുന്ന ഈ പിതാവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവിനോട് കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയും. അപ്പോൾ പിതാവിനെ ഞാൻ കാണിച്ചു തരാമെന്നോ, ഇനി പിതാവ് വരുമ്പോൾ കാണിക്കാമെന്നോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി പിതാവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നോ എന്നല്ല പറയുന്നത്. ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു പിതാവിനെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ ഈ പിതാവ് മറ്റാരുമല്ല. യേശു പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. അപ്പോൾ അതേ പിതാവ് അരളിയ നാം മാനസാന്തരപ്പെടുകയും നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം അവൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗഭാക്കാകുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരികയും ആ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മമന്ദിരമായി നാം മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 1 തിമോത്തി 3:16 യേശു പ്രകാരം പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യേശു എന്ന് പറയുമ്പോൾ പൗലോസിലുണ്ടിരുന്ന യേശു ക്രിസ്തുവാണ് ഈ വാക്യം നമുക്ക് നൽകിയത്. അപ്പോൾ യേശു ക്രിസ്തു ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നാം ദൈവമന്ദിരങ്ങളായി മാറുന്നു. ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നാം ദൈവമന്ദിരങ്ങളായി മാറുന്നു. അങ്ങനെ ദൈവം നമ്മളെ കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി കൊടുക്കപ്പെട്ട വിലയുടെ അടിസ്ഥാനത്തിൽ, നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട രക്തത്തിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിലും നാം വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായി യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ ഞാനും അവനോടുകൂടെ മരിച്ചുവെന്നും ഞാൻ അവനോടുകൂടെ അടക്കപ്പെടുന്നതിന് എനിക്ക് അവനോടുകൂടെ സ്നാനത്തിൽ ഞാൻ അടക്കപ്പെടുന്നു എന്ന് റോമർ 6-2 മുതലുള്ള വാക്യത്തിൽ പറയും പ്രകാരം യേശുക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോടുകൂടെ സ്നാനപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം പാപസംബന്ധമായി മരിക്കുകയും യേശുക്രിസ്തുവിനോട് അടക്കപ്പെടുകയും യേശുക്രിസ്തുവിനോട് പുനരുദ്ധാനം ചെയ്ത ഒരു പുതിയ ജീവനിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നാം രക്ഷയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ആരും തന്നെ ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തി യെരൂശലേമിൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കപ്പെട്ട സഭയിൽ നടന്നു വന്നിരുന്നതും പിൽക്കാലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ട്രിനിറ്റി ഫോർമുലയിലേക്ക് മാറ്റി കളഞ്ഞതുമായ ആ യഥാർത്ഥ സത്യസ്നാനത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സമുദായങ്ങൾ, ക്രിസ്തീയ സമുദായങ്ങൾ നടക്കുന്നില്ല. എന്ന് വെച്ച് സത്യം ഇല്ലാതെയാകുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഇന്ന് ആ സത്യവചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, ബൈബിളിലെ 66 ഗ്രന്ഥങ്ങളിലെ മുഴുവൻ വാക്യങ്ങളും ദൈവശാസ്ത്രീയമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ തരമില്ല. അവർക്ക് മറ്റൊരു അപ്പോസ്തലന്മാർ അനുഷ്ഠിക്കുകയോ കൽപ്പിക്കുകയോ പ്രമാണിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്നാനം സ്വീകരിച്ചുകൊണ്ട്, അത് യേശുവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ എഴുതിയ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ മത്തായി എഴുതിയതും ലൂക്കോസ് എഴുതിയതും മർക്കോസ് എഴുതിയതും
ഈ യോഹന്നാൻ എഴുതിയതും ആ യോഹന്നാൻ അപ്പോസ്തലന്മാരായ പൗലോസോ യൂദായോ യാക്കോബോ അതുപോലെ പത്രോസോ എഴുതിയതുമായ ലേഖനങ്ങളിൽ എവിടെയും പ്രസ്താവിച്ച് കാണാത്തതും എവിടെയും അനുഷ്ഠിക്കാത്തതും എവിടെയും പ്രമാണിക്കാത്തതുമായ ഒരു സ്നാനം സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ തള്ളിക്കളയുന്ന നിങ്ങൾക്ക് ദൈവത്തോട് ഓഹരിയില്ല എന്നാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്. കാരണം ബൈബിൾ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനത്രേ അവന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയും, നോ മാൻ ഹാത്ത് സീൻ ഗോഡ് അറ്റ് എനി ടൈം, only his begotten son whom is in the bosom of the father hath declared or explained him. അപ്പൊ പിതാവിനോട് ഗാഢബന്ധം പുലർത്തുന്ന പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയതെന്നാണ് അതിൻ്റെ എക്സാക്റ്റ് മലയാള പരിഭാഷ. അത് നമുക്ക് കാണണമെങ്കിൽ POC ബൈബിളാണ് ശരിയായ മലയാള പരിഭാഷ. പിതാവിനോട് ഗാഢബന്ധം പുലർത്തുന്ന പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ആ ബന്ധം അറിയാൻ കഴിയാത്ത നമുക്ക് കേവലം അപ്പോസ്തലന്മാരുടെ മത്തായി എഴുതി എന്ന് പറയുന്ന 28:19 കൽപ്പന, ആ കൽപ്പന അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ട്, കൽപ്പനയിൽ പറയപ്പെട്ട നാമം ഉപയോഗിക്കാതെയും കൽപ്പന ആവർത്തിച്ചുകൊണ്ട് സ്നാനപ്പെട്ടുകൊണ്ട് തങ്ങൾ ദൈവസഭയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ അപ്പോസ്തലന്മാർക്ക് ചെയ്തു തുടങ്ങിയതും അപ്പോസ്തലന്മാർ പ്രമാണിച്ചു വന്നതും അങ്ങനെ ഉള്ള ആദ്യത്തെ സഭയുടെ ഭാഗത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പോസ്തലന്മാരെ അറിയിച്ച സുവിശേഷത്തിൻ്റെ പിന്തുടർച്ചയാണ് ആ കൃപയുടെ സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്, അതാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നത്? വാസ്തവമായി നിങ്ങൾ സത്യസുവിശേഷത്തെ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പിതാവിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് നാം പുത്രന്മാരായിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിന് നമുക്കുള്ളതുപോലെ ഒരു പിതാവുണ്ടെന്നും അങ്ങനെയുള്ളൊരു പിതാവിൻ്റെ പുത്രനാണ് യേശുവെന്നും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ബുദ്ധിയുടെ പ്രമാണത്തിലാണ് നാം അനേക മനുഷ്യരും ഇടറിപ്പോയിട്ടുള്ളത്. ദൈവത്തെ നമുക്ക് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ദൈവത്തെ മനുഷ്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വിവേചിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തെറ്റുകൾ സംഭവിക്കും. അങ്ങനെയുള്ള തെറ്റുകൾ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട്, യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ഇന്ന് ട്രിനിറ്റേറിയൻ ചർച്ചകളായി പലവിധ ആശയങ്ങളിൽ ഭിന്നിച്ചും കലഹിച്ചും നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ. ആ ശരീരത്തിൻ്റെ സ്ഥാപനം നടന്ന് യെരുസലേമിൽ 1-ാം നൂറ്റാണ്ടിൽ പത്രോസിൻ്റെ പ്രസംഗത്തോടു കൂടിയാണ്. കർത്താവ് ഇനി വരുമ്പോൾ അതേ സുവിശേഷത്തിൻ്റെ എക്സ്റ്റൻഷൻ ഇന്നുണ്ടെങ്കിൽ അതേ സുവിശേഷവും അതേ രക്ഷയും അതേ സ്നാനവും അതേ കർത്താവും അതേ ഏകദൈവ വിശ്വാസവും അതേ സഭയുടെ ആത്മീയ ശേഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിഭാഗിക്കാതെ അതിൽ വലിയവനെന്നും ചെറിയവനെന്നും കറുത്തവനെന്നും വെളുത്തവനെന്നും, അതായത് വിദ്യാഭ്യാസമുള്ളവൻ ഇല്ലാത്തവനെന്നും സമ്പന്നനെന്നും ദരിദ്രനെന്നും വിഭാഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ത്രിത്വം ശരിയാണെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ സഭയിൽ ഐക്യമില്ലാതെ പോയതിൻ്റെ കാരണം? ഒരു ശരിയല്ലാത്തതിൽ നിന്ന് ഒരിക്കലും ശരിയായ കാര്യം പുറപ്പെട്ടു വരികയില്ല. കാരണം നിങ്ങൾ ശരിയല്ലാതെ തുടങ്ങി. നിങ്ങളുടെ തുടക്കം റോമിലെ നൈസിയയിൽ നിക്കിയ കൗൺസിലിൽ നിന്നാണ്. നിങ്ങളുടെ തുടക്കം യെരുസലേമിലല്ല. യെരുസലേമിൽ നിന്ന് തുടങ്ങിയ സഭയുടെ ശേഷിപ്പിനെ ചേർക്കുവാനാണ് കർത്താവ് മധ്യാകാശം വരുന്നുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് ആ സത്യസഭയ്ക്ക് ഒരു സുവിശേഷമേ ഉള്ളൂ, ആ സത്യസഭയ്ക്ക് ഒരു കർത്താവേ ഉള്ളൂ, ആ സത്യസഭയ്ക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ, ആ സത്യസഭയിൽ ഒരാത്മാവേ ഉള്ളൂ, ആ സത്യസഭയ്ക്ക് ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ, ആ സത്യസഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെ ഒരു ദൈവവും ഒരു കർത്താവും ഒരാത്മാവും ഒരു ജ്ഞാനസ്നാനവും ഒരു പിതാവുമുള്ള ഒരേ ഒരു സഭയേ ഉള്ളൂ. അതാണ് യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥമായ സത്യസഭ. ഈ യഥാർത്ഥ സത്യസഭയുടെ ഭാഗം ആകാതിരിക്കുന്ന എല്ലാവരും കാഹളനാദത്തിങ്കൽ കേൾക്കുകയോ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയോ ചെയ്യുകയില്ല. സഭ മാറ്റപ്പെട്ടതിന് ശേഷം പോലും ഒരുപക്ഷെ ഇന്നത്തെ വ്യവസ്ഥിതിയുടെ ഭാഗമായി തുടരുന്ന ഒരു സഭയും ആ സത്യത്തെ ഈ ലോകത്ത് നടന്ന ആ മാറ്റം അറിയാതെ പോലും ഇരുന്നു പോകും എന്നാണ് ഞാൻ ആശങ്കപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ കാര്യം ഇതാണ്: നിങ്ങൾ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യത്തിലേക്കും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്കും
യെരുസലേമിൽ മർക്കോസിന്റെ മാളികമുറിയിൽ ആരംഭിക്കപ്പെട്ട സഭയുടെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ മാർഗത്തിലേക്കും പാപബോധത്തിലേക്കും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും യഥാർത്ഥ സ്നാനത്തിലേക്കും യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിലേക്കും സത്യവചനത്തിന്റെ കൂട്ടായ്മയിലേക്കും വേർപാടും തരംതിരിവുമില്ലാത്ത യഥാർത്ഥമായ സഭയുടെ ഉപദേശത്തിലേക്കും യഥാർത്ഥ ആത്മ അഭിഷേകമുള്ള സഭ കൂട്ടായ്മയുടെ തലത്തിലേക്കും നിങ്ങൾ വന്നില്ല എങ്കിൽ ഈ ഏറ്റവും ആസന്നമായി സംഭവിക്കാൻ പോകുന്ന കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. പിന്നീട് ഇന്ന് നീതി ന്യായവും അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ തലമുറയിൽ പിന്നെ കൃപയോ ദയയോ ഒരു മനുഷ്യത്വമോ ഈ ശേഷിക്കുന്ന ലോകത്ത് ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ബോധപൂർവം മറന്നു കളയുന്നു എന്നുള്ളൊരു ഒരു കുറ്റാരോപണം ഞങ്ങൾക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സത്യം ഇതാണ്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഏകദൈവ വിശ്വാസം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ സ്നാനം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ പരിശുദ്ധാത്മാഭിഷേകം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ അൺഡിവൈഡഡ് ആയിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള യഥാർത്ഥമായ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട ഐക്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന സത്യസുവിശേഷത്തിൻ്റെ ആധാരമായി പണിയപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ശേഷിപ്പിലേക്ക് മടങ്ങി വരികയും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുകയും ചെയ്യുക എന്നുള്ളൊരു ആഹ്വാനം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ രാത്രിയിലെ എൻ്റെ എളിയ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശുവ മെസ്സിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം വേർതിരിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ എൻ്റെ കോടി സ്തോത്രം അർപ്പിക്കുന്നു. ഒപ്പം സമയം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശങ്ങൾ കേൾക്കുക മാത്രമല്ല അവ അങ്ങനെ തന്നെ ഒന്ന് തിരുവഴുത്തിൽ പരിശോധിക്കുകയും മറ്റുള്ളവരും പങ്കുവെക്കുകയും ഇതിന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്തുകൊണ്ട് യഥാർത്ഥമായ സത്യസുവിശേഷത്തിൻ്റെ ഇവാഞ്ചലൈസേഷനിൽ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളും പങ്കാളി ആളുകളായി തീരണം എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.